നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹജ്ജ് തീർത്ഥാടനം അതിന്റെ അവസാന ദിവസങ്ങളിലെത്തിയപ്പോൾ ഹാജിമാർ നേരിടേണ്ടി വന്നത് താങ്ങാനാവാത്ത ചൂട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ മക്കയിൽ ഗ്രാൻഡ് മസ്ജിദിൽ വിശ്വാസികൾ വിശുദ്ധ കഅബയെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് മതാഫ് ഏരിയയിൽ 51.8 ഡിഗ്രി വരെ താപനില രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പലർക്കും ശക്തമായ ചൂട് താങ്ങാനായില്ല. നിരവധി പേർ ശക്തമായ താപനില കാരണം മരണപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ കൃത്യമായ എണ്ണം എത്രയെന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഒരു മാധ്യമത്തിൽ ഹജ്ജിനെത്തിയവരിൽ 550-ലേറെ തീർത്ഥാടകർ മരണത്തിന് കീഴടങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മരിച്ചവരിലധികവും ഈജിപ്തുകാരാണെന്നും അറബ് നയതന്ത്ര വിദഗ്ധരുടെ റിപ്പോർട്ടിൽ പറഞ്ഞു. കുറഞ്ഞത് 323 ഈജിപ്ത് പൗരന്മാർ മരിച്ചതായാണ് വിവരം. എന്നാൽ കണക്കിൽപ്പെടാത്ത നിരവധി പേർ മരണത്തിന് കീഴടങ്ങിയിരിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട് മരിച്ചവരുമുണ്ടെന്ന് ഈജിപ്ഷ്യൻ പ്രതിനിധി പറഞ്ഞു. മക്കയിലെ അൽ മുഹൈസം പ്രദേശത്തെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച കണക്കാണിത്. 60ഓളം ജോർദാൻ പൗരന്മാർക്കും ജീവൻ നഷ്ടമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇതുവരെ 577 പേരാണ് മരിച്ചത്. കൊടും ചൂട് തീർത്ഥാടകരെ വലയ്ക്കുകയാണ്. 51.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇന്നലെ മക്കയിൽ രേഖപ്പെടുത്തിയതെന്നും സൗദി അറിയിച്ചു. 2000-ലേറെ പേരെ ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്നും സൗദി അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ കണക്ക് സൗദി ഭരണകൂടം അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഇതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. ഹജ്ജ് ചടങ്ങിൽ പങ്കെടുക്കാൻ മണിക്കൂറുകളോളമാണ് തീർത്ഥാടകർ പൊരിവെയിലത്ത് നിൽക്കുന്നത്. ഈ വർഷം 1.8 ദശലക്ഷം തീർത്ഥാടകർ ഹജ്ജിൽ പങ്കെടുത്തു. അതിൽ 1.6 ദശലക്ഷം പേർ വിദേശത്തു നിന്നുള്ളവരാണെന്നും സൗദി അധികൃതർ അറിയിച്ചു. ഇതിനു പുറമെ 10,000-കണക്കിന് പേരാണ് രജിസ്റ്റർ ചെയ്യാതെ ഹജ്ജിനെത്തുന്നത്. ഇത്തരക്കാർക്ക് അധികൃതർ നൽകുന്ന എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയാതെ വരും. ഭക്ഷണവും വെള്ളവും ലഭിച്ചെന്നും വരില്ല. ഇത്തരത്തിലെത്തിയ ഈജിപ്ത് തീർത്ഥാടകരാണ് മരിച്ചതിൽ ഏറിയ പങ്കും. മക്കയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ മിനയിൽ താപനില 46 ഡിഗ്രി സെൽഷ്യസ് ആണ് അടയാളപ്പെടുത്തിയതെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര വക്താവ് പറഞ്ഞു. ഇവിടെ കൊടും ചൂട് സഹിച്ചാണ് വിശ്വാസികൾ പിശാചിനെ പ്രതീകാത്മകമായി കല്ലെറിയുന്ന 3 ജംറകളിലേക്കുള്ള കല്ലേറ് നടത്തിയത്. ഞായറാഴ്ച മാത്രം 2700-ലധികം പേർക്ക് ശക്തമായ ചൂടിനെ തുടർന്ന് ശാരീരിക ക്ഷീണം അനുഭവപ്പെട്ടതായും സൗദി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കൊടുംചൂടിൽ ആവശ്യമായ മുൻകരുതലുകൾ ഇല്ലാതെ ഉച്ചസമയത്ത് പുറത്തിറങ്ങി നടക്കരുതെന്ന അധികൃതരുടെ നിർദ്ദേശം ലംഘിച്ച് പുറത്തിറങ്ങിയവർക്കാണ് സൂര്യാഘാതമേറ്റത്. പ്രതിരോധമാണ് ഏറ്റവും പ്രധാനമെന്ന് തീർത്ഥാടകർ ഉച്ചസമയങ്ങളിൽ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുതെന്നും പുറത്തിറങ്ങുമ്പോൾ കുട ഉപയോഗിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അതിനിടെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ സൗദി അറേബ്യയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഒത്തുകൂടിയപ്പോൾ അപ്രതീക്ഷിതമായി പെയ്ത മഴ തശ്രീഖിന്റെ ആദ്യ ദിനമായ ഇന്നലെ മിന്നലുണ്ടായ വിശ്വാസികൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി. മിനായിലെ ജംറകളിൽ പ്രതീകാത്മകമായി പിശാചിനെ കല്ലെറിയുന്ന ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് ഇന്നലെ ഉരുകുന്ന ചൂടിൽ ആശ്വാസമായി മഴയെത്തിയത്. പലരും മഴയിൽ കുളിച്ചാണ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. കൊടുംചൂടിൽ ആശ്വാസമായി ലഭിച്ച മഴയിൽ അവർ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥനാ നിരതരായി.